Hi dears, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബികോം FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ് നമ്മൾ ചാനലിലൂടെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ആ ക്ലാസ് വാച്ച് ചെയ്യാത്തതുണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ രണ്ട് ഏരിയ വരുന്നത്, ഒരു ഏരിയ കോറിലേഷൻ അനാലിസിസ്, മറ്റൊരു ഏരിയ റിഗ്രഷൻ അനാലിസിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. നിങ്ങളുടെ എക്സാമിന് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല പ്രാധാന്യം നൽകിയിരിക്കേണ്ട ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷൻ അനാലിസിസിനെ കുറിച്ചാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ് ടൂളാണിത് കോറിലേഷൻ. സ്റ്റാറ്റിയിൽ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റ് ടൂളാണ് കോറിലേഷൻ. അവിടെ എന്താ കാണിക്കുന്നത്? രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് കോറിലേഷനിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള മീനിങ് നോക്കാം. കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ദാറ്റ് ഷോസ് ദി ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഡിഗ്രിയും അതുപോലെ തന്നെ ഡയറക്ഷനും എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണിത് കോറിലേഷൻ. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റാണ്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഡിഗ്രിയും അതുപോലെ തന്നെ ഡയറക്ഷനും, അതായത് സെയിം ഡയറക്ഷനിലാണോ രണ്ട് വേരിയബിളും മൂവ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് എന്നതൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റാണിത് കോറിലേഷൻ. നമുക്ക് ഒരു സിമ്പിൾ മീനിങ് നോക്കാം. കോറിലേഷൻ അനാലിസിസ് ഡീൽസ് വിത്ത് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണെന്ന് പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ്. ലെൻ ചൗ ഡിഫൈൻസ് കോറിലേഷൻ അനാലിസിസ് അറ്റംപ്റ്റ്സ് ടു ഡിറ്റർമൈൻ. നമുക്ക് എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കും. എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ദി ഡിഗ്രി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, അത് രണ്ട് വേരിയബിൾ ആവാം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾ ആവാം. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. അവിടെ രണ്ട് വേരിയബിളോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിളോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം ഉണ്ട്, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ് ടൂളാണിത് കോറിലേഷൻ. നമുക്ക് കോറിലേഷൻ്റെ ടൈപ്സ് നോക്കാം. അപ്പോൾ കോറിലേഷൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കറക്റ്റ് മീനിങ് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മീനിങ്ങും അതുപോലെ തന്നെ ഡെഫിനിഷനും പഠിക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. അതിൽ ഒന്നാമത്തെ ടൈപ്സ് ആണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. അല്ലെ, കോറിലേഷൻ എന്താവാം? പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അപ്പോൾ അതിൽ ഒന്നാണ് പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് പോസിറ്റീവ് കോറിലേഷൻ. കറക്റ്റ് മീനിങ് കൂടെ നൽകിയിട്ടുണ്ട്. വെൻ ബോത്ത് വേരിയബിൾ മൂവ് ദി സെയിം ഡയറക്ഷൻ. രണ്ട് വേരിയബിളും സെയിം ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഇഫ് വൺ ഇൻക്രീസ്, ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ദ അതർ ആൾസോ ഇൻക്രീസ്. അല്ലേ, ഒരു വേരിയബിൾ കൂടിക്കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളും കൂടും, ഒരു വേരിയബിൾ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളും കുറയും. അതാണ് വൈസ് വേഴ്സ. അപ്പോൾ ഒരു വേരിയബിൾ കുറയുകയാണെങ്കിൽ മറ്റൊരു വേരിയബിളും കുറയും. ഇവിടെ എന്താണ്? റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണ്. എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടിക്കഴിഞ്ഞാൽ, അല്ലേ, ഇപ്പോൾ ഇൻകം കൂടുകയാണ്, അതിനോടൊപ്പം എന്ത് ചെയ്തു?
കൺസംഷൻ കൂടി. അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. സെയിം ഡയറക്ഷനിൽ രണ്ടും എന്താണ് ഇൻക്രീസാണ്. ദെൻ നമ്മൾ സ്റ്റഡി അവർ നിങ്ങൾ കൂട്ടുകയാണ്, അതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും, മാർക്കും കൂടും. അപ്പം നിങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ നല്ലോണം കൂടുതൽ അവർ എടുത്ത് ഈ ഒരു പേപ്പർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയും, നല്ല മാർക്കും നേടാൻ കഴിയും. നേരെ ഓപ്പോസിറ്റും സംഭവിക്കാം. നിങ്ങൾ കുറഞ്ഞ അവറാണ് സ്റ്റാറ്റിക് പഠിക്കാൻ എടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കുറയാനും സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കോറിലേഷനാണ് പോസിറ്റീവ് കോറിലേഷൻ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെയിം, ഒരൊറ്റ മീനിങ് പഠിച്ചുക, സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അല്ലേ. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊരു വേരിയബിൾ എന്ത് ചെയ്യും, കുറയും. അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വെൻ വൺ വേരിയബിൾ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഒരു വേരിയബിള് മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, മറ്റൊരു വേരിയബിൾ മൂവ് ചെയ്യാം. ഇഫ് വൺ വേരിയബിൾ ഇൻക്രീസ്, ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും, മറ്റു വേരിയബിൾ കുറയും. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നതാണെന്ത്, നെഗറ്റീവ് കോറിലേഷൻ അല്ലേ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പോൾ ഇവിടെ എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ് വരിക. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒന്നുള്ളൂ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ 2, 4, 6 ഇത് പോസിറ്റീവ് കോറിലേഷനാണ്. ഇതൊക്കെ എന്ത് ചെയ്യാണ്, കൂടി കൂടി വരികയാണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അല്ലേ, 3, 5, 2 അല്ലേ, ആദ്യം കൂടി പിന്നീട് കുറഞ്ഞു, ഇത് നെഗറ്റീവ് കോറിലേഷനാണ്. മൂതി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും പറയും. സെക്കൻഡ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. അതിൽ ഫസ്റ്റ് ലീനിയർ കോറിലേഷൻ. വെൻ ദി റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് എ സ്ട്രെയിറ്റ് ലൈൻ. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെയിറ്റ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് ലീനിയർ കോറിലേഷൻ. അതായത് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് ലീനിയർ കോറിലേഷൻ. ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു എ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ അനദർ. ഒരു വേരിയബിളിൽ വരുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ മാറ്റം കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ ലീനിയർ കോറിലേഷൻ, ഒരുപോലെയുള്ള ചേഞ്ച്. ഇപ്പോൾ 10% മാറ്റം വന്നു അല്ലേ, പ്രൈസ് 10% കൂടി, ഡിമാൻഡ് 10% കുറഞ്ഞു അല്ലേ. ഒരു കോൺസ്റ്റന്റ് ചേഞ്ച് ആണ് സംഭവിക്കുമെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ലീനിയർ കോറിലേഷൻ. നെക്സ്റ്റ് ആണ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണത് നോൺ ലീനിയർ. വെൻ ദി റിലേഷൻഷിപ്പ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് ഫോംസ് എ കർവ്. റിലേഷൻഷിപ്പ് എന്തല്ല, നോട്ട് കോൺസ്റ്റന്റ് ആണ്, ഒരുപോലെ അല്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കർവ് ഫോം ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേണിംഗ് കർവ്. ലേണിംഗ് കർവ് എന്താണ്, ഒരു നോൺ ലീനിയർ കോറിലേഷൻ ആണ്. പെർഫോമൻസ് മേ ഇൻക്രീസ് റാപ്പിഡ്ലി അല്ലെ, അതിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, നല്ല റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. അറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യും, റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, സ്ലോലി അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ പഠനം ഫസ്റ്റ് കൂടും, പിന്നീട് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപോലെ എന്ത് ചെയ്യില്ല, അതിൽ മാറ്റം വരില്ല. അതിനെ പറഞ്ഞ പേരാണെന്ത്, നോൺ ലീനിയർ കോറിലേഷൻ. ഒരുപോലത്തെ മാറ്റമാണ് വരുന്നതെങ്കിൽ അതിനെ ലീനിയർ എന്നും, ആ ഒരുപോലെ മാറ്റം വരുന്നില്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്നും പറയുന്നു. ഒരു ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ ഇവിടെ 3 കോറിലേഷനാണ് വരുന്നത്. ഒന്ന് സിമ്പിൾ കോറിലേഷൻ, മറ്റൊന്ന് പാർഷ്യൽ കോറിലേഷൻ, തേർഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അതിൽ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഓൺലി. 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് കാണിക്കണമെങ്കിൽ
കോറിലേഷൻ അനാലിസിസിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് സിമ്പിൾ കോറിലേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസും അഡ്വർടൈസ്മെൻറ്റും രണ്ട് വേരിയബിളാണ്. ഈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് സിമ്പിൾ കോറിലേഷൻ. അപ്പോൾ എപ്പോഴാണ് കോറിലേഷൻ സിമ്പിൾ ആവുക? അവിടെ രണ്ട് വേരിയബിൾ മാത്രമാകുമ്പോഴാണ് കോറിലേഷൻ സിമ്പിൾ ആവുക. സെക്കൻഡ് ആണ് പാർഷ്യൽ കോറിലേഷൻ. മെഷേഴ്സ് ദി റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് വൈൽ കൺട്രോളിങ് ദി എഫക്റ്റ് ഓഫ് അതർ വേരിയബിൾസ്. അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ പഠിക്കുമ്പോൾ ആ വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു വേരിയബിളാണ്. അവിടെ എന്തല്ല അല്ലേ, പൂർണ്ണമായിട്ടൊരു കോറിലേഷൻ എന്ന് പറയുന്നില്ല, പാർഷ്യലാണ്. അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്ത് മറ്റൊരു വേരിയബിൾ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് പാർഷ്യൽ കോറിലേഷൻ. തേർഡാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. മെഷേഴ്സ് ദി റിലേഷൻ ബിറ്റ്വീൻ വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്, ഇവിടെ രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് മൾട്ടിപ്പിൾ കോറിലേഷൻ. എക്സാമ്പിളാണ് പ്രോഫിറ്റ് റിലേറ്റഡ് ടു സെയിൽസ് ആൻഡ് കോസ്റ്റ്. അല്ലേ, പ്രോഫിറ്റിനെ എന്ത് ബാധിക്കും? സെയിൽസും ബാധിക്കും, കോസ്റ്റും ബാധിക്കും. അതെന്താണ് ഒരു മൾട്ടിപ്പിൾ കോറിലേഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് കോറിലേഷനാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. അവിടെ 2 കോറിലേഷൻ പറഞ്ഞു, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. 2 ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, പ്രൊപ്പോർഷനാണ്, കോൺസ്റ്റൻ്റ് ആണ്. നോൺ ലീനിയർ പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ചേഞ്ച് അല്ല. ദെൻ സിമ്പിൾ കോറിലേഷന്, പാർഷ്യൽ കോറിലേഷന്, മൾട്ടിപ്പിൾ കോറിലേഷൻ. ഓരോ ടൈപ്സും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഗ്രാഫിക് മെത്തേഡിൽ സെക്കൻഡാണ് സ്കാറ്റർ ഡയഗ്രാം ഓർ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയും. എ സ്കാറ്റർ ഡയഗ്രാം ഈസ് ദി സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ടു സ്റ്റഡി കോറിലേഷൻ. കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് സ്കാറ്റർ ഡയഗ്രാം. ഇറ്റ് ഈസ് എ ഗ്രാഫ് വേർ ഈച്ച് പെയർസ് ഓഫ് വാല്യൂസ് എക്സ് വൈ ഈസ് പ്ലോട്ടഡ് ആസ് എ പോയിന്റ് ഓൺ എ കോർഡിനേറ്റ് പ്ലാൻ. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ വേരിയബിളും എക്സിലെയും വൈയിലെയും വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് അത് ഏത് കോറിലേഷനാണ് കണ്ടുപിടിക്കും. അതിനെ നമ്മൾ എന്ത് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം പ്രോബ്ലംസ് എന്ന് വരാറുള്ള തിയറിയാണ്. ഇവിടെ ഒരുപാട് ഡയഗ്രാംസ് ഞാൻ നൽകിയിട്ടുണ്ട്. ആ ഓരോ ഡയഗ്രാംസും കൃത്യമായിട്ട് വരക്കാൻ പഠിക്കാം. അതായത് പോസിറ്റീവ് കോറിലേഷൻ്റെ ഡയഗ്രാം എന്താണ്, അതിൽ തന്നെ ഹൈ ഡിഗ്രി ഉണ്ട്, ലോ ഡിഗ്രി ഉണ്ട്. ദെൻ നെഗറ്റീവ് കോറിലേഷന്, നോ കോറിലേഷൻ. നമുക്ക് ഓരോ ഡയഗ്രാംസ് നോക്കാം. ഓക്കെ അല്ല, പ്രോബ്ലംസ് ഒന്നും വരില്ല, ഡയഗ്രാംസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് നൽകിയുള്ളത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ ഡയഗ്രാം അല്ലേ, കറക്റ്റ് മുകളിലോട്ടാണ് പോകുന്നത്. ഓരോ ഡോട്ടും എന്താണ് മുകളിലോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പോകുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ദെൻ നെക്സ്റ്റ് ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഓരോ ഡോട്ടും താഴോട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഒരു പേപ്പറിൽ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് ഇത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് ആണ് ഇവിടെ നോ കോറിലേഷൻ. ഇവിടെ നോക്കിയും ഓരോന്നും എന്തില്ല, കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പോസിറ്റീവ് ആണ്, മുകളിലോട്ടാണ് പോകുന്നത് പറയാൻ പറ്റില്ല, താഴോട്ടാണ് വരുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തില്ല, രണ്ട് വേരിയബിൾ തമ്മിൽ യാതൊരു കോറിലേഷൻ ഇല്ല. കോറിലേഷൻ എന്താണ്, 0 ആണ്, ആർ ഈക്വൽ ടു 0 ആണ്. ദെൻ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നുണ്ട്. രണ്ടും എന്താണ്, സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിൽ മുകളിലോട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഹൈ ഡിഗ്രി പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹൈ ഡിഗ്രി നെഗറ്റീവ് കോറിലേഷൻ. രണ്ട് വേരിയബിളും എന്താണ്
കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാമിലെ ഓരോ ഡയഗ്രാംസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോറിലേഷനെ കുറിച്ച് പറഞ്ഞു, കോറിലേഷൻ്റെ ടൈപ്സ് പറഞ്ഞു, യൂസസ് പറഞ്ഞു, ലിമിറ്റേഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ ടെക്നിക്സ്, അതിൽ ഗ്രാഫിക് മെത്തേഡാണ് പറഞ്ഞത്. ഗ്രാഫിക് മെത്തേഡിൽ 2 മെത്തേഡാണ് വരുന്നത്. ഒന്ന് കോറിലേഷൻ ഗ്രാഫും മറ്റൊന്ന് സ്കാറ്റർ ഡയഗ്രാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലെ ഓരോ മെത്തേഡ്സും ഡിസ്കസ് ചെയ്യും. ക്ലാസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൻ്റെ താഴെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.